നമ്മളെ സഹായിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വചനപഠനം നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ. ഞാൻ വേഗത്തിൽ ഇതിൻ്റെ ഔട്ട്ലൈൻ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞിട്ട് വചനപഠനത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. ഗലേഷ്യൻസ് ആണല്ലോ നമ്മൾ പഠിക്കുന്നത്. ഗലാത്യ ലേഖനം 1, 2 അധ്യായങ്ങൾ പൗലോസിൻ്റെ അല്ലെങ്കിൽ പോൾസ് എക്സ്പീരിയൻസ് വിത്ത് ഗ്രേസ്, പൗലോസിൻ്റെ കൃപയുടെ അനുഭവം അല്ലെങ്കിൽ ദ ഗോസ്പൽ, ആ സുവിശേഷത്തെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നതാണ്. 1 അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അനദർ ഗോസ്പൽ, മറ്റൊരു സുവിശേഷത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. 1 അധ്യായം 12 മുതൽ 26 വരെ ദ ഗോസ്പൽ ദാറ്റ് ചേഞ്ച്ഡ് പോൾ, പോളിനെ രൂപാന്തരപ്പെടുത്തിയ അല്ലെങ്കിൽ പോളിൻ്റെ ജീവിത അനുഭവത്തോടനുബന്ധിച്ച് അദ്ദേഹം അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. 2 അധ്യായം 1 മുതൽ 10 വരെയുള്ള പഠിച്ചത് പോൾസ് ഡിഫെൻസ്, പോള് അല്ലെങ്കിൽ തനിക്കെതിരെ ദുരാഭരണങ്ങളുമായിട്ട് അല്ലെങ്കിൽ തനിക്കെതിരെയുള്ള ആരോപണങ്ങളുമായി കടന്നു വന്നവരെ ഡിഫെൻഡ് ചെയ്തതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. 2 അധ്യായം 11 മുതൽ 21 വാക്യങ്ങൾ പോൾ വേഴ്സസ് പീറ്റർ, പത്രോസിൻ്റെ കപടഭക്തി അല്ലെങ്കിൽ പത്രോസിനോട് അല്ലിയ പോള് എതിർത്ത് നിന്നത് നമുക്കൊക്കെ പഠിക്കുവാൻ കഴിഞ്ഞു. ചാപ്റ്റർ 3 and 4 പോൾസ് ഇൻസ്ട്രക്ഷൻ അബൌട്ട് ഗ്രേസ്, കൃപയെക്കുറിച്ചുള്ള പൗലോസിൻ്റെ നിർദ്ദേശങ്ങൾ നമ്മൾ കാണുവാൻ കഴിഞ്ഞു. 3 അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ മയക്കിക്കളഞ്ഞ അല്ലെങ്കിൽ ബിവിച്ച്ഡ്, അവരെ മയക്കിക്കളഞ്ഞ അവസ്ഥയെക്കുറിച്ച് ഗലാത്യരെക്കുറിച്ച് പറയുന്നു. 3 verse 6 to 25 the promises of Abraham, അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങളെക്കുറിച്ച് പഠിച്ചു. 3 അധ്യായം 26 മുതൽ 4 അധ്യായം 7 വരെ പോൾസ് കൺസേൺ ഫോർ ഗലേഷ്യൻസ്, ഗലാത്യരെ കുറിച്ചുള്ള പോളിൻ്റെ കൺസേൺസ് നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞു. 4 അധ്യായം 21 മുതൽ 31 വരെ ഹാഗാർ ആൻഡ് സാറ, 2 നിയമങ്ങൾ അല്ലെങ്കിൽ 2 കവനൻസ്, അതിനെക്കുറിച്ച് പഠിക്കുവാൻ കഴിഞ്ഞു. നമ്മൾ ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുവാൻ പോകുന്നത് ചാപ്റ്റർ 5 and 6 പോൾസ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ഗ്രേസ്, കൃപയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ കൃപയുടെ പ്രായോഗിക തലത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് പഠിക്കുന്നത്. നമ്മൾ ഗലേഷ്യൻസ് അതിൻ്റെ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു. നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത് ഗലേഷ്യൻസ് 5 verse 16 to 26 ആണ്. എത്രത്തോളം നമുക്ക് അത് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യാം. ഇവിടെ 16 അധ്യായത്തിൽ പറയുന്നു, 16 വാക്യത്തിൽ പറയുന്നു, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. തീർച്ചയായും ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ജഡത്തെ ജയിക്കുവാൻ കഴിയത്തുള്ളൂ. നമ്മളെ തന്നെ ശോധന ചെയ്യുക. നമ്മൾ ആത്മാവിനെ അനുസരിച്ചാണോ നടക്കുന്നത്, അതോ ഫ്ലഷിനെ അനുസരിച്ചാണോ നടക്കുന്നത്? ക്രിസ്തീയ ജീവിതം വിജയകരമായി തീരണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടന്നെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. അല്ലാണ്ട് നമുക്ക് സ്വന്തമായി ഈ ജഡത്തെ ഒരിക്കലും ജയിക്കുവാൻ കഴിയത്തില്ല. ഭക്തന്മാർ തന്നെ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി, അല്ലെങ്കിൽ പൗലോസ് തന്നെ തൻ്റെ ലേഖനങ്ങളിൽ അതിനെക്കുറിച്ച് പറയുന്നു. ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലും ജീവിക്കുന്ന വ്യക്തിയാണ് ക്രിസ്തീയ വിശ്വാസി എന്ന് പറയുന്നത്. സോ ദൈവത്തിൻ്റെ കമാൻഡാണ്, ദൈവത്തിൻ്റെ ആജ്ഞയാണ് വാക്ക് ബൈ ദ സ്പിരിറ്റ്. ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അല്ല, അതൊരു കമാൻഡാണ്. അതൊരു ഓപ്ഷനായിട്ട് നമുക്ക് എടുക്കുവാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ അത് നമ്മൾ ശ്രമിച്ചേ പറ്റൂ. അതിനനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ ഈ ജഡത്തെ, ഈ ഫ്ലഷിനെ നമുക്ക് ജയിക്കുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇത് ദൈവത്തിൻ്റെ കൽപ്പനയായി ദൈവം പറഞ്ഞിരിക്കുന്നു. ന്യായപ്രമാണത്തിന് നമ്മളെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. അത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിച്ചതാണ്. നിയമത്തിന് നിയമത്തിന് തെറ്റ് കാണിച്ചു തരുവാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ന്യായപ്രമാണം എന്തോ ചെയ്തു? ഒരു ശിശുപാലകനായി, അല്ലെങ്കിൽ ഇറ്റ് വാസ് എ ലോ, അല്ലെങ്കിൽ ഇറ്റ് വാസ് എ ട്യൂട്ടർ, ഒരു ശിശു പെഡഗോഗോസ് എന്ന അതിനെക്കുറിച്ച്
അതിനെക്കുറിച്ച് പറയുന്നത് പെഡഗോഗോസ്. അതൊരു ശിശുപാലകനായി അല്ലെങ്കിൽ ഒരു ന്യായപാലകനായി നമ്മുടെ തെറ്റുകൾ എപ്പോഴും കാണിച്ചു തരുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ന്യായപ്രമാണം എന്ന് പറയാണ്. അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് തെറ്റ് പറ്റിയത്, അല്ലെങ്കിൽ അത് മാത്രമാണ് ചെയ്തത്, അല്ലെങ്കിൽ ആ തെറ്റ് എങ്ങനെ തിരുത്താം, ആ തെറ്റിൽ നിന്ന് നമ്മളെ എങ്ങനെ പുറത്തു കൊണ്ടുവരുമെന്ന് അല്ലെ ഒരിക്കലും ന്യായപ്രമാണം പഠിപ്പിക്കുന്നില്ല. എവിടെയൊക്കെയാണ് തെറ്റ് എന്ന് മാത്രം. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മെ തെറ്റ് തിരുത്തി നമുക്ക് വിശുദ്ധ ജീവിതം നയിപ്പാൻ നമ്മളെ പ്രാപ്തരാക്കുന്നു. വിജയകരമായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് എന്നിൽ തൻ്റെ ജീവിതം ജീവിക്കുന്നതാണ് വിജയകരമായ ക്രിസ്തീയ ജീവിതം. പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിച്ച് പരിശുദ്ധാത്മാവിൻ പ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് നയിക്കുക എന്നുള്ളതാണ് ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഇനി ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. നമ്മൾ ക്രിസ്തുവിനോട് കൂടെ മരിച്ചു, അടക്കപ്പെട്ടു, പുതുമനുഷ്യരായി തീർന്നെങ്കിൽ ആ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ ആ ആത്മാവ് നമ്മളിൽ വസിച്ചുകൊണ്ട് ആ പ്രവൃത്തികൾ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മളിലൂടെ ചെയ്തെടുക്കുവാൻ ഇടയായി തീരണം. അതാണ് ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത്. ക്രിസ്തു എന്നിൽ പരിശുദ്ധാത്മാവിനാൽ ജീവിക്കുമ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കും. അപ്പൊ നമ്മളിൽ ആരാണ് വസിക്കുന്നതെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അവന്റെ ആത്മാവായിരിക്കണം നമ്മളെ നയിക്കേണ്ടത്. നമുക്കൊരു ആത്മാവുണ്ട്. ആ ആത്മനിയന്ത്രണത്തിലാവരുത് നമ്മുടെ ജീവിതം. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നെങ്കിൽ അതിന്റെ പ്രകടനമായി നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടായിരിക്കണം. ഞാൻ എന്നെയും സമർപ്പിച്ചാണ് ഈ പറയുന്നത്. നമ്മളുടെ ആത്മാവ് മാത്രമേ വീണ്ടെടുക്കപ്പെട്ടിട്ടുള്ളൂ. നമ്മുടെ ജഡം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇനി നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ജഡത്തിലാണ് ഈ ശരീരത്തിലാണ് നമ്മൾ വസിക്കുന്നത്. അതുകൊണ്ട് ജഡത്തിനെ അനുസരിച്ചല്ല, ആത്മാവിനെ അനുസരിച്ച്. അപ്പൊ ഇത് തമ്മിൽ എപ്പോഴും ഒരു സ്ട്രഗിൾ ഉണ്ട്. ഈ ആത്മാവും അല്ലെങ്കിൽ നമ്മുടെ ജഡവുമായി എപ്പോഴും ഒരു സ്ട്രഗിൾ ഉണ്ട്. നമുക്ക് വായിക്കാം ജോൺ ചാപ്റ്റർ 14:26. എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അപ്പം ഈ പരിശുദ്ധാത്മാവ് എന്തൊക്കെയാ ചെയ്യുന്നത്? അത് നമുക്ക് ഉപദേശിച്ചു തരും. നമ്മൾക്ക് എന്തൊക്കെ ചെയ്യണമെന്നുള്ള എപ്പോഴും നമ്മളെ ഉപദേശിച്ച് വഴി നടത്തുന്ന, നമുക്ക് കൗൺസിൽ നൽകി, ഇതാണ് നമ്മൾ ചെയ്തത്. നമ്മൾ പല കാര്യങ്ങളും നമ്മളിപ്പോൾ നമുക്കൊരു രോഗം വന്നാൽ, അല്ലെങ്കിൽ നമുക്കൊരു ഒരു ലോ അല്ലെങ്കിൽ ഒരു ലോ കാര്യങ്ങളിലോട്ട് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഒരു ഒപ്പീനിയൻ നമ്മൾ എടുക്കുന്നത് പോലെ, ഉപദേശത്തിനായി നമ്മൾ ചെല്ലുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ ഉപദേശിക്കും. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്രകാരമാണ്. നമ്മുടെ ഓരോ അവസ്ഥകളിലും പരിശുദ്ധാത്മാവ് നമുക്ക് ഉപദേശിച്ചു. പിന്നെ എന്തോ പറയുന്നത്? പിന്നെ ഓർമ്മപ്പെടുത്തും. നമ്മളെ അത് റിമൈൻഡ് ചെയ്യിക്കും. നീ ചെയ്യുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ നീ ചെയ്യുന്നത് ശരിയല്ല, അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിന് നമ്മൾ ഇടം കൊടുക്കുന്നുവെങ്കിൽ അത് നമ്മളെ ഓർമ്മപ്പെടുത്തും, റിമൈൻഡ് ചെയ്യിക്കും. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ട കൗൺസിൽ നൽകി നമ്മളെ നടത്തും. തീർച്ചയായും അതിൻ പ്രകാരം ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ലോകത്തിന്റെ മോഹങ്ങൾ നമ്മളിൽ നിവർത്തിക്കാതിരിക്കണമെങ്കിൽ നാം ദൈവത്തിനോട് കൂടെ നടക്കേണ്ടത് ആവശ്യമാണ്. വാക്ക് അക്കോർഡിംഗ് ടു ദ ഗോഡ്സ് കൗൺസിൽ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ആ പ്രസൻസിൽ ജീവിക്കേണ്ടത് ആവശ്യമാണ്. വാക്ക് എന്ന് പറയുന്നത് ഇസ് എ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. നടക്കുക, നടന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടക്കുക എന്ന് പറയുന്നത് നടന്നുകൊണ്ടിരിക്കുക. അതെപ്പോഴും ആത്മാവിനെ അനുസരിച്ച് അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇന്ന് നടന്നു, നാളെ നടക്കാതിരിക്കുക എന്നുള്ളതല്ല. ആത്മാവിനെ അനുസരിച്ച് എപ്പോഴും കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അത് ദൈവത്തിന്റെ ആജ്ഞയാണ്. പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്ക് വിശുദ്ധ ജീവിതം നയിപ്പാൻ കഴിയത്തില്ല. എപ്പോഴും നമ്മുടെ ഹ്യൂമൻ നേച്ചറും ഈ സ്പിരിച്വൽ നേച്ചറുമായിട്ട് എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതുകൊണ്ട് ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറയുന്നത്
ഹല്ലേലൂയ നമ്മൾക്ക് ഏറ്റവും അത്യാവശ്യമാണ്. ഗലേഷ്യൻസ് ചാപ്റ്റർ 5:17 ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കും. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. തീർച്ചയായും ഈ ഫ്ലഷ് ഹല്ലേലൂയ എപ്പോഴും ഹല്ലേലൂയ നമ്മുടെ ഈ ജഡം അല്ലെങ്കിൽ ഫ്ലഷ് എപ്പോഴും ഹല്ലേലൂയ ആത്മാവിൻ്റെ ഇഷ്ടത്തിന് എപ്പോഴും എതിരായിട്ട് നിൽക്കുന്ന ഒന്നാണ് ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ രണ്ട് സ്വഭാവങ്ങളുണ്ട് ഹല്ലേലൂയ. ഒന്ന് ആദാമ്യ സ്വഭാവം, പിന്നെ വീണ്ടും ജനിച്ച സ്വഭാവം ഹല്ലേലൂയ. നമ്മളിലുള്ള ആ ആദാമ്യ സ്വഭാവം അല്ലെങ്കിൽ ആ മണ്ണ് കൊണ്ടുള്ള മനുഷ്യൻ അല്ലെങ്കിൽ മണ്ണ് കൊണ്ടാണ് നമ്മളെ നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ നിന്നാണ് നമ്മൾ പുതുമനുഷ്യനായി തീർന്നത്. അപ്പം ഇത് ഇപ്പോഴും പക്ഷേ പുതുമനുഷ്യൻ നമ്മുടെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടെങ്കിലും നമ്മൾ ആ മണ്ണ് കൊണ്ടുള്ള ശരീരത്തിലാണ് ഇപ്പോഴും അല്ലെങ്കിൽ ഈ ജഡത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇതെപ്പോഴും ഹല്ലേലൂയ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് ഹല്ലേലൂയ. പൗലോസ് തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. റോമൻസ് ചാപ്റ്റർ 7:18 അവിടെ പറയുന്നു, എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. പൗലോസ് ഹല്ലേലൂയ ഇവിടെ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു ഹല്ലേലൂയ, അദ്ദേഹം ഇച്ഛിക്കുന്നത് നന്മ ചെയ്യുവാനാണ്, എന്നാൽ അദ്ദേഹത്തിൽ തിന്മയാണ് പ്രവർത്തിക്കുന്നത് ഹല്ലേലൂയ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു, എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അതെൻ്റെ അവയവങ്ങളിൽ നിന്നുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. തീർച്ചയായും ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും വലിയ ഭക്തനായ പൗലോസ് തന്നെ പറയുന്നു ഹല്ലേലൂയ, അദ്ദേഹം ഹല്ലേലൂയ നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും അദ്ദേഹം ഹല്ലേലൂയ ഈ ശരീരത്തിലുള്ള അല്ലെങ്കിൽ ജഡം അദ്ദേഹത്തിനെ അതിന് അനുവദിക്കുന്നില്ല. ദൈവമക്കളെ, നമുക്ക് എല്ലാവർക്കും നമുക്കറിയാം നമ്മളിൽ പോരാടുന്ന ആ ജഡത്തിന്റെ ഇച്ഛകളെ നമ്മൾ തന്നെ ശോധന ചെയ്താൽ മതി. ഹല്ലേലൂയ അദ്ദേഹം അത് വിളിച്ചു പറയുന്നു, ഉള്ളുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ പ്രമാണത്തിൽ രസിക്കുന്നു. നമ്മളെല്ലാവരും ദൈവവചനത്തിൽ രസിക്കുന്നവരാണ്, ദൈവവചനത്തിൽ സന്തോഷിക്കുന്നവരാണ്. എന്നാൽ അദ്ദേഹം പറഞ്ഞു, എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണമുണ്ട്. അപ്പൊ ദൈവമക്കളെ, നമ്മൾ എന്തിനാ പോരാട്ടം കഴിക്കേണ്ടത്? പോരാട്ടം കഴിക്കേണ്ടത് ഈ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കാനാണ്. ഹല്ലേലൂയ നമ്മൾ ഓരോരുത്തരും അതുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയുവാൻ കഴിയത്തില്ല. അവനവന്റെ അവസ്ഥ അവനവൻ അറിയാം. ഹല്ലേലൂയ ഇതിനെ ജയിക്കണമെങ്കിൽ നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടന്നെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ തീർച്ചയായും പറയുവാൻ എളുപ്പമാണ്, എന്നാൽ പ്രാർത്ഥനയിൽ പൗലോസ് പോരാടിയത് പറയുന്നു, എപ്പഫ്രോദാസ് പോരാടിയത് പറയുന്നു. അവരൊക്കെ ദൈവമക്കൾക്ക് വേണ്ടി അവർ പോരാടി പ്രാർത്ഥിച്ചു. അദ്ദേഹം തന്നെ വിളിച്ചു പറയുക, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഈ പാപികളിൽ ഞാൻ ഒന്നാമൻ. അദ്ദേഹം അത് അഡ്മിറ്റ് ചെയ്യുന്നു. ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ജഡത്തിൽ നമ്മളോട് പോരാടുന്ന നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മളോട് പോരാടുന്ന ഒരു പാപത്തിന്റെ പ്രമാണമുണ്ട്. ഹല്ലേലൂയ അതിനെ ജയിക്കുവാനാണ് കർത്താവ് നമുക്ക് കാണിച്ചു തന്നു. ഹല്ലേലൂയ എങ്ങനെയാണ് അദ്ദേഹം പാപത്തെ ജയിച്ചത്? ആ ആത്മാവിനെയാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ അതുകൊണ്ട് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് സകലത്തിലും ജയമുണ്ട്. ഹല്ലേലൂയ ദിവസങ്ങളിൽ അതിനായി ദൈവം സഹായിക്കട്ടെ. മത്തായി സുവിശേഷം 26:41 ദൈവം പറയുന്നു, ആത്മാവ് ഒരുക്കമുള്ളത്, എന്നാൽ ജഡമോ ബലഹീനമത്രേ. തീർച്ചയായും ഈ അവസ്ഥയിൽ കൂടെ നമ്മൾ എല്ലാവരും കടന്നു പോകുന്നവരാണ്. ഹല്ലേലൂയ അതുകൊണ്ട് നമ്മൾ ആത്മാവിൽ ശക്തിയുള്ളവരായി ആത്മാവിൽ ഒരുക്കമുള്ളവരായി ജീവിപ്പാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ രാവിലെ എഴുന്നേറ്റ് ഇപ്പം നമ്മൾ ദൈവസന്നിധി നമ്മൾ തീരുമാനിക്കും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യും. എന്നാൽ ജഡം ബലഹീനമാണ്. അത് പറയും, ഇല്ല കുറച്ചും കൂടെ ഉറങ്ങാം, അല്ലെങ്കിൽ ആ പ്രവൃത്തിയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. നമുക്ക് തന്നെ അറിയാം ഹല്ലേലൂയ
എന്നാൽ ഹല്ലേലൂയ എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത്? ഹല്ലേലൂയ നമ്മൾ പോരാട്ടം കഴിക്കേണ്ടത് ഈ അവസ്ഥകളോടാണ്. നമ്മളുടെ ജഡത്തിൽ വസിക്കുന്ന പാപ ഇച്ഛകളോട് നമ്മൾ പോരാടി ജയിക്കണം. ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ അതിനായി ദൈവം നമ്മളെ സഹായിക്കണ്ടേ. ഹല്ലേലൂയ തീർച്ചയായും ഒരു 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 സംഭവ കഥ ഞാനൊന്ന് പറയാം. അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ് ഹല്ലേലൂയ സാധു കൊച്ചുകുഞ്ഞുപദേശി. ഹല്ലേലൂയ ദൈവഭക്തൻ വളരെ നല്ല ഗാനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ അദ്ദേഹത്തിന്റെ ഏറ്റവും മനോഹരമായ പാട്ടാണ് ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോട് അത് വാങ്ങി ഹല്ലേലൂയ പാടിടുമേ. അദ്ദേഹത്തിന്റെ 10 വയസ്സുള്ള മകൻ പാമ്പ് കടിയേറ്റ് മരിക്കുന്ന സമയത്ത് അദ്ദേഹം എഴുതിയ പാട്ടാണ് ഇത്. ഹല്ലേലൂയ അദ്ദേഹം മരണശയ്യയിൽ അല്ലെങ്കിൽ രോഗശയ്യയിലായപ്പോൾ അദ്ദേഹത്തിനെ കാണുവാൻ അദ്ദേഹത്തിന്റെ ഒരു പ്രിയ സുഹൃത്ത് കടന്നു ചെന്നു. അദ്ദേഹം കിടപ്പിലാണ്. അദ്ദേഹത്തിനോട് അടുത്ത് ചെന്ന് ഈ കാണാൻ ചെന്ന വ്യക്തിയും സുവിശേഷകനാണ്, അറിയപ്പെട്ട സുവിശേഷകനാണ്. അപ്പം കിടക്കയിൽ കിടന്നുകൊണ്ട് സാധു കൊച്ചു കുഞ്ഞുപദേശി അദ്ദേഹം കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, ചെറിയാച്ച അല്ലെങ്കിൽ ചെന്ന വ്യക്തിയോട്, ഇതാണ്ട് ഇത് നോക്കിക്കേ, ഈ ജഡം ഇപ്പോഴും മരിച്ചിട്ടില്ല. അദ്ദേഹം പറയുക ഹല്ലേലൂയ അദ്ദേഹം മരിക്കാറായി, എന്നാലും ഭക്തൻ പറയുക. ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കണം, കിടപ്പിൽ ആയിരിക്കുന്ന അദ്ദേഹം ആ ജഡത്തിന്റെ ആ പ്രവൃത്തികൾ മനസ്സിലാക്കി ഭക്തൻ വിളിച്ചു പറയുക, ഈ ജഡം ഇപ്പോഴും മരിച്ചിട്ടില്ല എന്ന് പറയുക. തീർച്ചയായും നമ്മൾ മനസ്സിലാക്കണം, ഈ ജഡം മരിച്ചിട്ടില്ല, നമ്മളിൽ വസിക്കുന്നുണ്ട്. ഈ ജഡത്തിലാണ് നമ്മൾ വസിക്കുന്നത്. ഇതിനെ നമ്മൾ അടിമയാക്കണം, ഇതിനെ ദണ്ണിപ്പിച്ച് അടിമയാക്കണം. പറയാൻ എളുപ്പമാണ്, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ ദൈവമക്കളെ ആ കൃപ നമ്മളിൽ പകരട്ടെ. ഹല്ലേലൂയ പാട്ടുകാരൻ ഹല്ലേലൂയ ഇപ്രകാരം പാട്ട് പാടുന്നു. ഹല്ലേലൂയ ഒരു പാട്ടിന്റെ ഈരടി പാടാം. ഹല്ലേലൂയ സ്തോത്രം. എൻ പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടെ എന്നെ മാടി വിളിച്ച. ഞാൻ പാട്ടുപാടി മുന്നോട്ട് പോകുന്നില്ല. ഹല്ലേലൂയ ലോകസുഖ സൗകര്യങ്ങൾ, ഹല്ലേലൂയ സർവാംഗ സുന്ദരനിൽ നിന്ന് നമ്മളെ വേർപെടുത്തി കളയുന്ന ഹല്ലേലൂയ ജഡീക സുഖങ്ങൾ ഹല്ലേലൂയ നമ്മളെ മാടി വിളിക്കും. ഹല്ലേലൂയ അത് കുമിള പോലെയാണ്. ഹല്ലേലൂയ കുറച്ചു നേരത്തേക്ക് അത് നമുക്ക് സന്തോഷം തരുമായിരിക്കും. എന്നാൽ ഹല്ലേലൂയ ദാവീദ് പറയുന്നു, നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്. ആ ആത്മസന്തോഷത്തെ നമ്മളിൽ നിന്ന് കെടുത്തി കളയുന്ന അല്പനേരത്തേക്കുള്ള ആ ജഡീക സന്തോഷം, നമ്മുടെ ആത്മാവിന്റെ സന്തോഷത്തെ ദൈവത്തിൽ നമ്മൾ പ്രമോദിക്കുന്നത് നമ്മളിൽ നിന്ന് എടുത്തു കളയുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ അതുകൊണ്ട് അദ്ദേഹം പറയുക, സുഹൃത്തെ, ഈ ജഡം ഇപ്പോഴും മരിച്ചിട്ടില്ല. ഹല്ലേലൂയ അതുകൊണ്ട് റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 18-23 പ്രകാരം പറയുന്നു. ഹല്ലേലൂയ നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദൈവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ തീർച്ചയായും സർവ സൃഷ്ടിയും അതിന്റെ വീണ്ടെടുപ്പിനായിട്ട് ഞരങ്ങിക്കൊണ്ടിരിക്കുക. നമ്മുടെ ദൈവമക്കളുടെ നമ്മൾ തേജസ് പ്രാപിക്കുവാനായിട്ട്, നമ്മുടെ ശരീരം വീണ്ടെടുപ്പ് പ്രാപിപ്പാനായിട്ട് സൃഷ്ടികളൊക്കെയും കാത്തിരിക്കുന്നു. ആ സൃഷ്ടികൾക്കും ഒരു വീണ്ടെടുപ്പുണ്ട്. തീർച്ചയായും ദൈവമക്കളെ, നമ്മൾ വെളിപ്പെടുവാനുള്ള ആ തേജസ്സിനെ ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറയട്ടെ. പല വാക്യങ്ങൾ വായിക്കുവാനുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. എന്നാൽ ചില വാക്യങ്ങളൊന്ന് വായിക്കട്ടെ. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 16, റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 13 പറയുന്നു, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും. അത് നിശ്ചയമാണ്. ഹല്ലേലൂയ ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ഹല്ലേലൂയ മരിക്കുമെന്ന് പറയുന്ന ആത്മമരണം. ഹല്ലേലൂയ നമ്മൾ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. ഹല്ലേലൂയ അതിന് നമുക്ക് കഴിയത്തില്ല, എന്നാൽ ആത്മാവിനാൽ അതിന് കഴിയും. ഹല്ലേലൂയ ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 24 പറയുന്നു, ക്രിസ്തുവിനുള്ളവർ
ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. അപ്പം ഈ ജഡത്തിന് അതിൻ്റെതായ ചില മോഹങ്ങൾ, നമ്മളെ രാഗമോഹങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ മോഹം ജനിപ്പിക്കുമാറ്, അല്ലെ പാപം ഗർഭം ധരിച്ച് മോഹത്തെ പെറുന്നു പറയുന്ന പോലെ, അല്ലെ അതിന് ചില അല്ലെ രാഗമോഹങ്ങളുണ്ട്. നമ്മളെ മാടി വിളിക്കുന്ന അത് നമ്മളെ അല്ലെ ഫ്ലഷ് വിൽ ക്രേവ് ഫോർ ദാറ്റ്. അതിനുവേണ്ടി ഫ്ലഷ് ക്രേവ് ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ ശരീരം അതിനുവേണ്ടി ആഗ്രഹിക്കും, അത് ക്രേവ് ചെയ്യും. ഹല്ലേലൂയ. എന്നാൽ ആ ക്രേവിങ്ങിനെ നമ്മൾ ആത്മാവിനെ കൊണ്ട് ജയിക്കണം. കർത്താവ് അങ്ങനെയാ ജയിച്ചത്. ഹല്ലേലൂയ. ആ ആത്മാവിനെയാ നമ്മൾക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. റോമൻസ് ചാപ്റ്റർ 13:14 പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ, മോഹം ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. അപ്പം മോഹം ജനിപ്പിക്കുമാറ് നമ്മളെ ചിന്തിപ്പിക്കും. ഹല്ലേലൂയ. നമ്മുടെ ചിന്ത, അപ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, നമ്മുടെ ചിന്താമണ്ഡലത്തെ ദൈവമേ ശുദ്ധീകരിക്കണമേ. നമ്മുടെ ചിന്തകളെ ദൈവഹിതത്തിൽ നിന്ന് മാറ്റിക്കളയുന്ന. എന്തുകൊണ്ടാ? നമ്മൾ ജഡത്തിലാണ് വസിക്കുന്നത്. അതുകൊണ്ട് ആ ചിന്തകൾ കടന്നു വരാം. എന്നാൽ ആത്മാവിനാൽ അതിനെ മരിപ്പിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ഹല്ലേലൂയ. അതാ ഇവിടെ പൗലോസ് പറയുന്നത്. ഹല്ലേലൂയ. പിന്നെ പൗലോസ് പീറ്റർ പറയുന്നുണ്ട്. 1 Peter 2:11 പറയുന്നു, നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകലുവാൻ. ഹല്ലേലൂയ. എപ്പോഴും ഉണ്ട് നമ്മുടെ ആത്മാവിനോട് പോരാടിക്കൊണ്ടിരിക്കുക. അതാ പോരാട്ടം. അത് നമ്മൾ എന്തിനാ പോരാട്ടം കഴിക്കേണ്ടത്? ഇതിനു വേണ്ടിയിട്ടാണ്. നമ്മളോട് പോരാടുന്ന ജഡമോഹങ്ങളോട് നമ്മൾ വിട്ടകരുവാൻ, വിട്ടോടിപ്പോകുവാൻ ദൈവം ഈ ദിവസങ്ങളിൽ സഹായിക്കട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് എത്ര വലിയ ദൈവഭക്തനായാലും ഹല്ലേലൂയ ഈ അവസ്ഥയിൽ കൂടിയാ കടന്നു. പോൾ തന്നെ വിളിച്ചു പറഞ്ഞല്ലോ. ഹല്ലേലൂയ. ആ ഭക്തൻ ആഗ്രഹിക്കുന്നതല്ല അദ്ദേഹത്തിന് ചെയ്യുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ചതുപോലെ, യഹോവ ഭക്തനെ തനിക്ക് വേർതിരിക്കും. ദൈവം തൻ്റെ ഭക്തനെ തനിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കും. നമ്മൾ വേർതിരിക്കപ്പെട്ടവരാണ്, വേർപെട്ടവരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. പാപത്തിൽ നിന്ന് വേർപെട്ടവർ, ലോകത്തിൽ നിന്ന് വേർപെട്ടവർ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ യോസേഫിനെ പോലെ നമ്മൾക്കറിയാം യോസേഫിന്റെ കാര്യത്തിൽ യോസേഫ് പാപം ചെയ്യുവാൻ എല്ലാ അവസ്ഥയും അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അവന് ആ ചെറുപ്പക്കാരനായിരുന്നു. 39 അധ്യായം ജെനസിസ് ചാപ്റ്റർ 39:9 പറയുന്നുണ്ട്. ഹല്ലേലൂയ. അവൻ ആ പാപത്തിൽ വീണു പോകേണ്ടതായിരുന്നു. എന്നാൽ അവൻ അവിടെ പറയുന്നൊരു വാക്കുണ്ട്. ഞാൻ ഹല്ലേലൂയ എങ്ങനെ 39:9 ഒന്ന് വായിക്കാം. ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല. നീ അവന്റെ ഭാര്യയാകയാൽ നിന്നെ അല്ലാതെ മറ്റേ യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. തീർച്ചയായും അവന് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ആ പാപത്തെക്കുറിച്ചുള്ള ബോധ്യവും ഒരിക്കലും ദൈവത്തോട് പാപം ചെയ്ത് ആ തേജസ് നഷ്ടപ്പെടുത്തി കളയുവാൻ ആ പഴയ നിയമ ഭക്തനായ ഹല്ലേലൂയ ആ ഭക്തന് തീരുമാനമുണ്ടായിരുന്നു. ദൈവമക്കളെ, നമുക്ക് എപ്രകാരമായിരിക്കും നമ്മുടെ ജീവിതം? ഹല്ലേലൂയ. പോത്തിഫറിന്റെ ഭവനത്തിൽ നിന്ന് പാപത്തിന്റെ അവസ്ഥയിൽ നിന്ന് അവൻ ഓടിപ്പോയി. ഹല്ലേലൂയ. കഷ്ടങ്ങളിലൂടെ ഒക്കെ കടന്നുപോയി. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ, കഷ്ടങ്ങളൊക്കെ കടന്നു വരാം. എന്നാൽ യോസേഫിനെ പോലെ പാപത്തിനെതിരെ അവൻ നിന്നു. അവനെ ദൈവം ഉയർത്തി. ഹല്ലേലൂയ. നമ്മളെ മാനിക്കുന്ന ദൈവമാണ്. നമ്മൾ ദിവസങ്ങളിൽ വിശുദ്ധിക്ക് വേണ്ടി, പ്രമാണത്തിന് വേണ്ടി നമ്മൾ നിലനിൽക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ തീർച്ചയായും ദൈവം നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഗലേഷ്യൻസ് ചാപ്റ്റർ 5:18 ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. തീർച്ചയായും ഹല്ലേലൂയ നമുക്ക് ജയം നൽകുന്നത് കർത്താവാണ്. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിന് കീഴിൽ നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരായി തീരത്തില്ല. ഹല്ലേലൂയ. തീർച്ചയായും ഇത് ഗലാത്യർ ന്യായപ്രമാണങ്ങളുടെ കാര്യങ്ങളിലേക്ക് കടന്നു പോയപ്പോഴാണ് പൗലോസ് ഇപ്രകാരം അവരെ ഉദ്ബോധിപ്പിക്കുവാൻ ഇടയായി തീർന്നത്. റോമൻസ് ചാപ്റ്റർ 8:2 പറയുന്നു, ജീവന്റെയും ആത്മാവിന്റെയും പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന്
ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവേശു നമ്മളെ അല്ലെങ്കിൽ നമ്മളെ പാപത്തിന്റെ പ്രമാണത്തിൽ നിന്ന് അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ അവസ്ഥകളിൽ നിന്ന് ആത്മാവിന്റെ പ്രമാണം ദൈവം നമുക്ക് നൽകി. ആ ആത്മാവിന്റെ പ്രമാണം അത് പാപത്തിന്റെയാണ്, അത് മരണത്തിന്റെ പ്രമാണമായിരുന്നു. ക്രിസ്തുവേശു നമ്മളെ സ്വതന്ത്രരാക്കി. അതുകൊണ്ട് ഗലാത്യരോട് പറയുക, നിങ്ങൾ പിന്നെയും ആ അടിമ നുകത്തിൽ കുടുങ്ങിപ്പോകരുത്. നിങ്ങളെ ക്രിസ്തു സ്വാതന്ത്ര്യത്തിനായിട്ട് നിങ്ങളെ സ്വതന്ത്രരാക്കി എന്ന് മനസ്സിലാക്കി നമ്മൾ ജീവിക്കുവാൻ പൗലോസ് ഇവിടെ അവരെ ഉദ്ബോധിപ്പിക്കുന്നു. ഉദാഹരണം നമ്മൾ പറയുവാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ചില കൂട്ടുകെട്ടുകൾ നമ്മൾ തന്നെ ആലോചിച്ചാൽ മതി. ചില കൂട്ടുകെട്ടുകളിൽ, അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥാനത്താകട്ടെ, നമ്മുടെ മറ്റ് ഫ്രണ്ട്ഷിപ്പിലാകട്ടെ, ചില കൂട്ടുകെട്ടുകൾ എന്താ നമ്മളെ ചെയ്യുന്നത്? നമ്മുടെ ജഡത്തെ ആയിരിക്കും പരിപോഷിപ്പിക്കപ്പെടുന്നത്. അവരുമായിട്ട് സംസാരത്തിൽ, അവരുമായിട്ടുള്ള ഇടപാടുകൾ നമ്മൾ കടന്നു ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആത്മമനുഷ്യനെ ആയിരിക്കത്തില്ല പരിപോഷിപ്പിക്കുന്ന. അവരുടെ സംസാര രീതികൾ, അവർക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ട് കഴിയുമ്പോൾ അത് നമ്മുടെ ജഡത്തെ ആയിരിക്കും വരും. അപ്പൊ ആ കൂട്ടുകെട്ടുകൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ മാറേണ്ടിടത്ത് നമ്മൾ മാറേണ്ടതാണ്. അവരുമായി വഴക്കിടുവാനല്ല, എന്നാൽ മനസ്സിലാക്കി. എന്നാൽ അത് ജഡത്തെയാണ് പരിപോഷിപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായും അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ടതാണ്. തീർച്ചയായും ഈ ദിവസങ്ങളിൽ അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. 5:19 പറയുന്നു, ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ഷാഢ്യം, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായ വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവരൊക്കെയും ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. അപ്പോൾ ഇവിടെ പല കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. മൊറാലിറ്റി, ഇംപ്യൂരിറ്റി, സെൻഷ്വാലിറ്റി, പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ശത്രുവിന്റെ തന്ത്രം നമ്മളെ എങ്ങനെയും വീഴ്ത്തിക്കളയുക എന്നുള്ളതാണ്. തീർച്ചയായും നമ്മൾ അവിടെ അത് മനസ്സിലാക്കി ജഡത്തിന്റെ ആസക്തികളെ പരിപോഷിപ്പിക്കുന്ന ഒന്നിലും നമ്മൾ ഇടപെടുവാൻ ഇടയാകരുത്. അത് നമ്മളുടെ കാഴ്ചകളാകട്ടെ, നമ്മുടെ സംസാരങ്ങളാകട്ടെ, ഒക്കെ ഇതിനെ പരിപോഷിപ്പിക്കുന്നതാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ടത്. നമ്മളിപ്പോൾ TV ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ്സ് ആണെങ്കിൽ തന്നെയും നമുക്കറിയാം ഈ ജഡത്തെ പരിപോഷിപ്പിക്കുന്ന പല കാര്യങ്ങളാണ് കടന്നു വരുന്നത്. അപ്പം നമ്മൾ അത് മനസ്സിലാക്കി ആത്മാവിൽ അതിൽ നിന്ന് മാറി നിൽക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ആത്മമനുഷ്യനെ ശക്തിപ്പെടുത്തുന്നതല്ല, നമ്മുടെ ആത്മമനുഷ്യനെ ക്ഷീണിപ്പിക്കുന്നതാണതെന്ന് കണ്ട് അതിൽ നിന്നൊക്കെയും മാറിയിരിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ വിഗ്രഹാരാധന, ആഭിചാരം, ഇതിനെക്കുറിച്ചൊക്കെയും പറയുന്നു. വിഗ്രഹാരാധന എന്ന് പറയുന്നത് ഫിസിക്കലായിട്ട് നമ്മൾ ഐഡൽ വർഷിപ്പ് ചെയ്യുന്നതിനെ അല്ല. ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളാകാം, അല്ലെങ്കിൽ നമ്മുടെ പണമാകാം. നമ്മൾ ദൈവത്തിനേക്കാൾ നമ്മൾ കൂടുതലായിട്ട് സ്പോർട്സ് ആകാം, ഞാൻ സ്പോർട്സ് ചെയ്യില്ലെന്നല്ല പറയുന്നത്. ഏതിനാണ് അതിൽ കൂടുതൽ, ദൈവത്തിനേക്കാൾ കൂടുതൽ അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ അത് വിഗ്രഹാരാധനയായി തീരുമെന്ന് ദൈവവചനം പറയുന്നു. കർത്താവാണ് നമ്മളെ വീണ്ടെടുത്തത്. അവനാണ് നമ്മുടെ ആത്മമടവാളൻ. അവന്റെ സ്നേഹത്തിന് സുന്ദരനാ മനോഹരന്, അല്ലെങ്കിൽ നിന്നെ പിരിഞ്ഞ് എനിക്ക് ഒന്നും വേണ്ട, സർവാംഗ സുന്ദരനെ വിട്ട് മറ്റുള്ളതിലേക്ക് നമ്മൾ കടന്നു പോകുന്നെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വിഗ്രഹമായി തീരുവാൻ കാരണമായി തീരും. പിന്നെ പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ഷാഢ്യം, ദ്വന്ദ്വവിഷം, ഭിന്നത, അസൂയ, ഇതൊക്കെയും പറയുന്നു. ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാകത്തില്ല. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ എപ്രകാരം നമ്മൾ ആയിരിക്കുന്നു, സഹോദരന്മാരോടുള്ള നമ്മുടെ സഹകരണം, മറ്റുള്ളവരോടുള്ള നമ്മുടെ ഇടപാടുകൾ, നമ്മൾ ക്രോധമുള്ളവരാണോ, പെട്ടെന്ന് ദേഷ്യം വരുന്നവരാണോ, പകയുള്ളവരാണോ, പിണക്കമുള്ളവരാണോ, ഭിന്നതയുള്ളവരാണോ, ഇതൊക്കെയും പ്രവർത്തിക്കുന്നുവെങ്കിൽ സ്വതരാജ്യം അവകാശമാക്കി ദൈവം പറയുന്നു. മദ്യപാനം, വെറുക്കൂത്ത്, ഈ കാര്യങ്ങളൊക്കെയും നമ്മളെ ദൈവകൃപയിൽ നിന്ന് അന്യപ്പെടുത്തി കളയും. ഇത് പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല.
തീർച്ചയായും ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ഒക്കെ കാര്യങ്ങളിൽ നമ്മൾ വീണ് പോയിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതിനെക്കുറിച്ചല്ല പൗലോസ് ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. ഈ വീണ് പോയി നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ വന്നിട്ടുണ്ടാകാം. എന്നാൽ ഈ വീണ് പോയത് ശരിയാണെന്ന് വിചാരിച്ച് അതിൽ തന്നെ തുടരുന്നവരെ കുറിച്ചാണ് പറഞ്ഞത്. ആത്മാവിനെ അനുസരിച്ച് നടക്കാതെ പാപത്തിൽ തന്നെ രസിച്ച്, അല്ലെങ്കിൽ ഞാൻ കർത്താവ് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടു, എനിക്ക് രക്ഷ ഒരിക്കൽ കിട്ടി, അതുകൊണ്ട് ഇനി ഞാൻ എന്ത് ചെയ്താലും കർത്താവ് എന്നെ രക്ഷ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ലെന്ന് വിചാരിച്ച് ജീവിക്കുന്ന വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഒരിക്കൽ വീണു, എണീറ്റു ആ ജീവിതമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ വീണു പോയെങ്കിൽ മടങ്ങി വന്ന് യഥാസ്ഥാനപ്പെട്ട് ദൈവകൃപയിൽ ജീവിക്കണം. എന്നാൽ ഈ പാപത്തിൽ തന്നെ തുടരുന്നവർ, അല്ലെങ്കിൽ ആ പാപത്തിൽ തന്നെ രസിച്ച് അതിൽ നിന്നൊരു വിമുക്തി ഇല്ലാണ്ട് അത് ശരിയാണെന്ന് വിചാരിച്ച് ജീവിക്കുന്നവരെ കുറിച്ചാണ് ഇവിടെ പൗലോസ് പറയുന്നത്. അവർ സ്വർഗരാജ്യം അവകാശമാക്കിയില്ല. ദൈവം ആഗ്രഹിക്കുന്നത് വാക്ക് അക്കോർഡിംഗ് ടു ദ സ്പിരിറ്റ്. ഈ ദിവസങ്ങളിൽ അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. പിന്നെ 22-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത. ഇവിടെ ആത്മാവിന്റെ ഫലങ്ങളെന്നല്ല പറയുന്നത്, ആത്മാവിന്റെ ഫലം എന്നാ പറയുന്നത്. അപ്പം ഇതിനകത്ത് പല കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എടുത്തു നോക്കിയാൽ അതൊരു സിംഗുലർ ഇതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അതൊരു പ്ലൂറൽ ആയിട്ടല്ല പറഞ്ഞിരിക്കുന്നത്, ആത്മാവിന്റെ ഫലം. അപ്പം നമുക്കിത് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഓക്കെ, ഞാൻ സമാധാന പ്രിയനാണ്, അല്ലെങ്കിൽ ഞാൻ ദീർഘക്ഷമ കാണിക്കും, ദയ കാണിക്കും, പരോപകാരം ചെയ്യും, വിശ്വസ്തത കാണിക്കും, ഇന്ദ്രിയജയമുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഫലങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി. അതുകൊണ്ട് ആത്മാവിന്റെ ഫലം എന്ന് മാത്രം പറഞ്ഞിരിക്കുന്നു, ഫലങ്ങളെന്നല്ല പറഞ്ഞു. നമുക്ക് ടിക്ക് ബോക്സ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഓക്കെ, ഞാൻ ആത്മാവിന്റെ ഫലമായ സ്നേഹം, അല്ലെങ്കിൽ ഞാൻ സന്തോഷം, അല്ലെങ്കിൽ സമാധാനം ഏറ്റെടുത്തോളാം, ദീർഘക്ഷമ ഞാൻ കാണിച്ചോളാം. ഇതെല്ലാം നമ്മൾ ചെയ്യുവാൻ ആത്മാവ് നമ്മുടെ ജീവിതത്തിലുണ്ടോ, ഈ ഫലം പുറപ്പെടുവിക്കും. അത് സിംഗുലർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഒറ്റ ഇതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. തീർച്ചയായും ഈ കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്തെങ്കിലേ കഴിയത്തുള്ളൂ. ആ ഫലം നമ്മുടെ ജീവിതത്തിൽ പുറപ്പെടുവണം. അല്ലെങ്കിൽ കർത്താവ് അതിനാണ് ദൈവം നമുക്ക് ആത്മാവിനെ തന്നിരിക്കുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ മേൽ നമ്മുടെ സെൻസസിന്മേലുള്ള ആ ജയം അത് നമ്മൾ നേടിയിരിക്കണം. അതിന് നമ്മളെ കൊണ്ട് കഴിയത്തില്ല. തീർച്ചയായും യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിനാൽ മാത്രമേ നമുക്ക് കഴിയത്തുള്ളൂ. കർത്താവ് തന്നെ പറയുന്നുണ്ട്, അവരുടെ ഫലങ്ങളാൽ നമുക്ക് അവരെ തിരിച്ചറിയാം. മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ, അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? നല്ല ഫലമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത ഫലമോ ആകാത്ത ഫലം കായ്ക്കും. നല്ല വൃക്ഷത്തിനും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. ഹല്ലേലൂയ. നമ്മൾ എപ്രകാരം ഫലം പുറപ്പെടുവിക്കുന്നവരാണ്? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ കണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഫലം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുമോ? അല്ലെങ്കിൽ ആകാത്ത ഫലമാണോ കായ്ക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ കൂടെ അത് വെളിപ്പെട്ട് വരും. അല്ലെങ്കിൽ അത് തന്നെ കർത്താവ് ഇവിടെ പറയുന്നത്. കർത്താവ് തന്നെ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ തൊട്ട് പറയുന്നു, മുന്തിരി വള്ളിയിൽ വസിക്കുന്ന അനുഭവം. അവിടെ പറയുന്നു, എന്നിൽ വസിപ്പിൻ. കർത്താവ് പറയുക, അബൈഡ് ഇൻ മീ. കർത്താവിൽ വസിക്കുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കുവാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. തീർച്ചയായും നമ്മൾ കർത്താവിൽ വസിക്കുന്നുവെങ്കിൽ നമുക്ക് ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ
ഫലം കായ്ക്കുവാൻ കഴിയത്തില്ല. അപ്പം നമ്മൾ കർത്താവിലാണ് വസിക്കുന്നതെങ്കിൽ, അല്ലെ കർത്താവിൽ നമ്മൾ വസിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഫലം ഹല്ലേലൂയ അത് കണ്ടാൽ തിരിച്ചറിയും. അതിൽ നിങ്ങൾ ഏറെ ഫലം കായ്ക്കുമെന്ന കർത്താവ് പറയുന്നത്. തീർച്ചയായും കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ ഏറെ ഫലം കായ്ക്കുന്നവരായി തീരുവാൻ, ആ കൊമ്പിനോ അല്ലെങ്കിൽ ആ മുന്തിരിവള്ളിയോട് ചേർന്ന് വസിക്കുന്നവരായി, നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരായി, ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ അല്ലെ ആത്മാവിന്റെ ഫലങ്ങൾ നമ്മളിൽ നിന്ന് പുറപ്പെടട്ടെ ഈ ദിവസങ്ങളിൽ. അതിനായി സഹായിക്കട്ടെ. സ്നേഹത്തെക്കുറിച്ച് നമ്മൾ കേട്ടു, ഹല്ലേലൂയ. സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞു, ഹല്ലേലൂയ. കർത്താവ് തരുന്ന സന്തോഷം, ഹല്ലേലൂയ, അത് നിലനിൽക്കുന്നതാണ്. പൗലോസ് പറയും, നിങ്ങൾ എപ്പോഴും സന്തോഷിപ്പിൻ, ഹല്ലേലൂയ. നമുക്ക് രോഗങ്ങൾ കടന്നു വരാം, തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം, അല്ലെ പ്രയാസങ്ങൾ, ദുരിതങ്ങളൊക്കെ കടന്നു വരാം, അല്ലെ എന്നാൽ ദൈവം തരുന്ന സന്തോഷം, അല്ലെ അത് നിലനിൽക്കുന്നതാണ്. ഈ രോഗത്തിന്റെയോ ഈ പ്രയാസങ്ങളൊന്നും, ഹല്ലേലൂയ, നമ്മളെ, ഹല്ലേലൂയ, അതിൽ നിന്ന് അകറ്റിക്കളയത്തില്ല. നെഹെമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, യഹോവയിലെ സന്തോഷം നിങ്ങളുടെ ബലമാണ്. നമ്മുടെ ബലം എന്തുവാ? ദൈവത്തിലുള്ള സന്തോഷമാണ്. ഹല്ലേലൂയ. ഇത് രാത്രികാലം ആരെങ്കിലും ഭാരത്തിലോ ദുഃഖത്തിലോ അല്ലെങ്കിൽ മനപ്രയാസത്തിലോ ആയിരിക്കുന്നുവെങ്കിൽ, റിജോയ്സ് ഇൻ ദ ലോർഡ്. ദൈവം തരുന്ന സന്തോഷത്തിൽ, ഹല്ലേലൂയ, ആത്മാവിന്റെ ഫലമായ ആ സന്തോഷം അനുഭവിക്കുവാൻ അല്ലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകാം, അല്ലെ നമ്മളുടെ ചിന്താഭാരങ്ങൾ ഉണ്ടാകാം, എന്നാൽ അല്ലെ ദൈവം നമുക്ക് ആത്മാവിന്റെ ഫലമായി നമ്മളിൽ പകർന്നിരിക്കുന്ന ഒരു സന്തോഷമുണ്ട്. ആത്മാവിന്റെ ഫലമായി ദൈവം നമ്മളിൽ പകർന്നിരിക്കുന്ന ഒരു സ്നേഹമുണ്ട്. ഹല്ലേലൂയ. ആ സ്നേഹത്തിൽ വർദ്ധിച്ചു വരുവാൻ, ആ സന്തോഷത്തിൽ വർദ്ധിച്ചു വരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. സമാധാനത്തെ കുറിച്ച് പറഞ്ഞല്ലോ, ഹല്ലേലൂയ. കർത്താവ് തന്നെ പറഞ്ഞു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നമ്മൾ സമാധാന പ്രിയരാണോ, അല്ല സമാധാനം ഉണ്ടാക്കുന്നവരാണോ, അതോ സമാധാനം കെടുത്തുന്നവരാണോ? ഹല്ലേലൂയ. ദീർഘക്ഷമയെ കുറിച്ച്, പേഷ്യൻസിനെ കുറിച്ച് പറഞ്ഞു, ഹല്ലേലൂയ. ക്ഷമ ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ്, ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, ദൈവം എന്ന് ആഗ്രഹിക്കുന്നത് അല്ലെ ദീർഘക്ഷമ കാണിക്കുവാൻ, മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ, ദൈവം ക്ഷമിച്ചതുപോലെ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ. പിന്നെ കൈൻഡ്നസ്, ദയയെക്കുറിച്ച് പറഞ്ഞു, ഹല്ലേലൂയ. കർത്താവ് എപ്പോഴും, ഹല്ലേലൂയ, ഹി വാസ് ഓൾവേസ് കമ്പാഷനേറ്റ്, ഹല്ലേലൂയ. ദൈവം പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞു, ഹല്ലേലൂയ. ആ ദയയും കരുണയും ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ. പിന്നെ ഗുഡ്നസ്, പരോപകാരം, ഹല്ലേലൂയ. ഗലേഷ്യൻസ് ചാപ്റ്റർ 6:10 പറയുന്ന, ആകയാൽ അവസരം കിട്ടുപോലെ നാം എല്ലാവർക്കും, വിശേഷ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. ഫെയ്ത്ത്ഫുൾനെസ്, മരണത്തോളം വിശ്വസ്തരായിരിക്കുക, മരണപര്യന്തം വിശ്വസ്തരായിരിക്കുക. ഹല്ലേലൂയ. തീർച്ചയായും, ഹല്ലേലൂയ, നമ്മൾ വിശ്വസ്തരായി ജീവിക്കുവാൻ, പരോപകാരമുള്ളവരായി ജീവിക്കുവാൻ, ജെന്റിൽനെസ്, സൗമ്യത, ഹല്ലേലൂയ, സൗമ്യതയോടെ പെരുമാറുവാൻ, കർത്താവ് സൗമ്യനായിരുന്നതുപോലെ അവന്റെ മുഖം ഏറ്റെടുത്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ സൗമ്യരായിരിക്കാൻ, ഇന്ദ്രിയ ജയം, സെൽഫ് റിസ്ട്രെയിൻഡ് ആയിട്ട്, എടുത്തു ചാടാതെ, പ്രതികരിക്കാതെ, ആത്മനിയന്ത്രണമുള്ളവരായി, നമ്മുടെ ഇന്ദ്രിയത്തിന്മേൽ ജയമുള്ളവരായി ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഗലേഷ്യൻസ് ചാപ്റ്റർ 5:24-26 ഞാൻ വേഗത്തിൽ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. നാം അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും വൃഥാഭിമാനികൾ ആകരുത്. ഈ ദിവസങ്ങളിൽ, ഹല്ലേലൂയ, നമ്മൾ പാപത്തിനോട് പോരാടുന്നവരായി, ക്രൂശിൽ കർത്താവ് ജയോത്സവം കൊണ്ടാടിയതുപോലെ, നമ്മുടെ പാപ സ്വഭാവങ്ങളെ ക്രൂശിൽ തറച്ച്, ഹല്ലേലൂയ, അതിന്മേൽ ജയാളികളായി, അതിന്മേൽ ജയമുള്ളവരായി ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. അതിനായി നമ്മളെ സമർപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവിൽ കൂടി മാത്രമേ നമുക്ക്, ഹല്ലേലൂയ, ജയമുള്ളൂ. ഹല്ലേലൂയ. ജയം കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് കർത്താവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് ക്രൂശിച്ച് ലോകത്തിനോട് അനുരൂപമാകാതെ, നമ്മളെ തന്നെ സമർപ്പിച്ച്, ആത്മാവിന് വിധേയപ്പെട്ട്, ആത്മാവിനെ അനുസരിച്ച്, ഹല്ലേലൂയ, നമുക്ക് നടക്കാം. ഹല്ലേലൂയ. ഈനോക്ക് കർത്താവിനോട് കൂടെ നടന്നു. അവൻ എത്ര വർഷങ്ങൾ കർത്താവിനോട് കൂടെ നടന്നു. അവൻ എടുക്കപ്പെട്ടു. ഈ ദിവസങ്ങളിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കാം. ഇന്ന് രാത്രികാലം ഏതെങ്കിലും മേഖലകളിൽ
നമുക്ക് ജഡത്തെ ജയിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ അതിനായി സമർപ്പിക്കാം. ഹല്ലേലൂയ. 1 Corinthians chapter 15:57 ഇപ്രകാരം പറയുന്നു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന്, അപ്പം നമ്മുടെ ദൈവത്തിന് ഇതിലൊക്കെയും പൂർണ്ണ ജയം നൽകുവാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ അവൻ പാപത്തെ, ലോകത്തെ, പിശാചിനെ ജയിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ആ ജയജീവിതം കഴിക്കുവാൻ കഴിയാതെ ജീവിതത്തിൽ ഭാരപ്പെടുന്നെങ്കിൽ ഹല്ലേലൂയ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. വിശുദ്ധിക്കായി അല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവ് കരുണയുള്ളവനാണ്, നമ്മളോട് മനസ്സലിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പാപ സ്വഭാവങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, ആത്മാവിന് പൂർണ്ണമായി നമ്മൾ വിധേയപ്പെടുന്നുവെങ്കിൽ ഹല്ലേലൂയ ദൈവം അതിനായി സഹായിക്കും. ഹല്ലേലൂയ. പാപത്തിൽ പാപത്തിൽ പിന്നെയും പോകുവാനല്ല ഹല്ലേലൂയ, ദൈവം നമ്മളെ സ്വതന്ത്രരാക്കിയെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുവാൻ, നമ്മുടെ ജഡത്തിനോട് പോരാടുന്ന ജഡയിച്ഛകളെ വിട്ടോടുവാൻ ഹല്ലേലൂയ, ആത്മാവിനാൽ ഈ ജഡത്തിനെ മരിപ്പിക്കുവാൻ ഹല്ലേലൂയ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അവസാനം എല്ലാ വിഷയങ്ങളെയും ഏറ്റെടുത്തുകൊണ്ട് അജിത് ബ്രദർ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. നമ്മളെ തന്നെ സമർപ്പിക്കാം, വചനത്തിന് മുമ്പിൽ സമർപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ, കർത്താവേ ഞങ്ങളോട് മനസ്സിരണമേ, സഭയായി ഞങ്ങളെ സഹായിക്കണമേ, ദൈവത്തിന് കേൾവി ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരണമേ. അല്ലെങ്കിൽ ഓരോരുത്തരും തങ്ങളെ തന്നെ ശോധന ചെയ്യുവാൻ ഹല്ലേലൂയ, ഞങ്ങൾ മറ്റുള്ളവരെ നോക്കുവാനല്ല, ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളെ കണ്ട് ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ, വചനം ഹല്ലേലൂയ ഞങ്ങളെ ശുദ്ധീകരിക്കുന്നതാണല്ലോ. ഹല്ലേലൂയ. അവിടുത്തെ വചനം ഹല്ലേലൂയ അവിടുന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കുന്നതാകെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അവിടുത്തെ രക്തത്താൽ അടിങ്ങളെ ഒരു കൂടി കഴുകണമേ, ശുദ്ധീകരിക്കണമേ. അപ്പാ അവിടുത്തെ വരവെങ്കിൽ ഞങ്ങൾ ആരും തള്ളപ്പെട്ടുവാൻ സ്വർഗം ഇടവരത്തിലേ പ്രാർത്ഥിക്കും. ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്ന ഹല്ലേലൂയ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ടായിരിക്കുമ്പോൾ എല്ലാ വിഷയങ്ങളും ഏറ്റെടുത്തുകൊണ്ട് അജിത് ബ്രദർ പ്രാർത്ഥിക്കും. ഞായറാഴ്ച നടക്കുന്ന വിശുദ്ധ സഭായോഗത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രതികാൽ സൺഡേ സ്കൂളിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. യാത്ര ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. രോഗത്തിലൂടെ കടന്നു പോകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. സഭയായ ഒരു ശുഭയാത്ര നമുക്ക് നൽകുവാൻ കർത്താവിന്റെ വരവ് ഏത് നിമിഷവും കടന്നു വരാം. ഹല്ലേലൂയ. നമ്മൾ തള്ളപ്പെട്ടു പോകരുത്, ശത്രു നമ്മളെ വഞ്ചിച്ച് കളയരുത്. ഹല്ലേലൂയ. ജഡത്തിന്റെ ഇച്ഛകളെ ഈ ദിവസങ്ങളിൽ മരിപ്പിച്ച് ഹല്ലേലൂയ ആത്മസ്വഭാവമുള്ളവരായി, ആത്മനിയന്ത്രണമുള്ളവരായി, ആത്മാവിന്റെ ശക്തിയിൽ ഹല്ലേലൂയ അഭിഷേകത്തോടെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായി തീരുവാൻ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ടായിരിക്കുമ്പോൾ എല്ലാ വിഷയങ്ങളെയും ഏറ്റെടുത്തുകൊണ്ട് അജിത് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവെ, ഞങ്ങൾ അതിവത്സ്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, കർത്താവെ, എനിക്ക് ഇവിടെ വൈകിയ സമയത്തിനായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ കർത്താവെ, ഇതിന് മുൻപ് വാദപീഠത്തോട് ചേർന്ന് കർത്താവടികൾക്കായിരിക്കാൻ ദൈവം നൽകി തന്നാൽ അവസരത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പം കർത്താവെ, ഞങ്ങൾ കേട്ടതായ വചനം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമായി തീരണമേ എന്ന് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പം കർത്താവെ, നല്ല ഫലങ്ങൾ കായ്ക്കുന്നവരായി തീരുവാൻ കർത്താവെ ഞങ്ങൾ ആത്മാവിന്റെ ഫലവും അതേപോലെ തന്നെ കർത്താവെ ജഡത്തിന്റെ ഫലവും എല്ലാം കേൾപ്പാൻ ഇടയായി. അപ്പോൾ കർത്താവ് ഈ നാളുകളിൽ ഞങ്ങൾ ശോധന ചെയ്യുവാൻ കർത്താവെ ഞങ്ങൾ എന്ത് ഫലം കഴിക്കുന്നവരാണെന്ന് കർത്താവെ ഈ നാളുകളിൽ ഞങ്ങൾ തിരിച്ചറിയുവാൻ കർത്താവെ ഈ വചനം ഞങ്ങൾക്ക് മുഖാന്തരമായി തീരണമേ. കർത്താവിടയിൽ ഞങ്ങൾ ജഡത്തിന് കർത്താവെ ഞങ്ങൾ മുൻപ് കൊടുക്കുന്ന അല്ലെങ്കിൽ കർത്താവ് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കർത്താവ് നാളുകളിൽ അതെല്ലാം ഞങ്ങൾക്ക് ഉപേക്ഷിപ്പാൻ കർത്താവെ നീടിയാക്കി തീർക്കണമേ. കർത്താവെ നിന്റെ കരങ്ങളെ കർത്താവെ ഞങ്ങൾക്ക് അസാധ്യമായ കാര്യമാണ്. അപ്പോൾ കർത്താവെ പക്ഷെ ഞങ്ങൾ കർത്താവെ നിന്നിൽ ആശ്രയിച്ച് നിന്റെ ആത്മാവിനെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുസരിച്ച് കർത്താവെ നടന്ന കർത്താവെ അത് ഞങ്ങളുടെ ജീവിതത്തിന് കർത്താവെ അനുഗ്രഹത്തിന് കാരണമായി തീരുള്ളൂ. അപ്പ കർത്താവിന്റെ കരങ്ങളെ കർത്താവിനെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ആത്മാഭിഷേകം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ നാളുകളിൽ കർത്താവ് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിപ്പാൻ കർത്താവെ ഞങ്ങൾക്ക് ഇടയാക്കണമേ. കർത്താവെ ഞങ്ങളുടെ നടപ്പിലും കർത്താവെ ഞങ്ങളുടെ കാഴ്ചയിലും കർത്താവെ ഞങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെല്ലാം കർത്താവെ ആത്മാവിനെ അനുസരിച്ച് ചെയ്യുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ കർത്താവിന്റെ കരങ്ങളെ കർത്താവ് ഏൽപ്പിക്കുന്നു. കർത്താവെ ദൈവസഭയായി ഞങ്ങളെ കർത്താവ് ഏൽപ്പിക്കുന്നു. കർത്താവ് ഈ ദേശത്ത് കർത്താവെ ആത്മഫലമുള്ളവരായി തീരുവാൻ കർത്താവെ ആത്മാഭിഷേകങ്ങൾ നിറഞ്ഞവരായി തീരുവാൻ കർത്താവെ അനേകർ കർത്താവ് ഇരുട്ടിൽ നിന്ന് കർത്താവ് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒരു സഭയായി തീരുവാൻ കർത്താവെ അടിയങ്ങളെ നീടിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ സഭയിലെ ഓരോ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമില്ലാതെ പ്രയാസത്തോടെ കടന്നു പോകുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാട്ടിലായിരിക്കും ഞങ്ങളുടെ പാരന്റ്സിനെ എടുത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പൊ കർത്താവരെല്ലാം കർത്താവെ സൂക്ഷിക്കണമേ, കരുതണമേ. കർത്താവെ പൂർണ്ണ വിടുതലും ആശ്വാസം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ കർത്താവെ എക്സാം എഴുതിയവരെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ടപ്പാ അവരെല്ലാം കർത്താവെ നീ അനുഗ്രഹിക്കണമേ, അവർ ഭാവിയെ അനുഗ്രഹിക്കണം, അനുഗ്രഹിക്കപ്പെട്ട റിസൾട്ട് എല്ലാം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ കർത്താവ് മറ്റെല്ലാ വിഷയങ്ങളും ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ സമയം
കുടുംബത്തെ ഏൽപ്പിക്കുന്നു അപ്പാ. ഈ സൺഡേ നടക്കാനിരിക്കുന്ന കർത്താവെ ശുശ്രൂഷകളെ കർത്താവെ, ഞങ്ങളുടെ സൺഡേ സർവീസിനെ എല്ലാം കർത്താവെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാ അനുഗ്രഹത്തിന് കാരണമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മഫലമുള്ളവരായി തീരുന്ന കർത്താവെ ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. ശനിയാഴ്ച യാത്രയാണെന്നറിയുന്ന സ്നേഹത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പാ. യാത്രയെല്ലാം കർത്താവെ നീ അനുഗ്രഹിക്കണമേ. കടന്നു പോകുന്ന കർത്താവ് എല്ലായിടത്തും നിന്റെ കൃപയും നിന്റെ ദൂതന്മാർ കാവലൊരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഹോളിഡേഴ്സ് അനുഗ്രഹിക്കണമേ, നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. കർത്താവിന്റെ കരങ്ങളെ കർത്താവ് ഏൽപ്പിക്കുന്നു. എല്ലാ പ്രാർത്ഥന വിഷയങ്ങളും കർത്താവിന്റെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. അപ്പോൾ ദേവാസനെ കുടുംബമായ എല്ലാ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഭയെ കർത്താവെ, ഞങ്ങളുടെ ഡബ്ലിൻ സഭയെ മറ്റെല്ലാ ഓരോ സഭകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അപ്പാ. എല്ലാ ബ്രാഞ്ച് സഭകളെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. വീണ്ടും കർത്താവിന്റെ കരങ്ങളേക്ക് ഏൽപ്പിക്കുന്നു. ഈ നാളുകളിൽ കർത്താവെ, ഞങ്ങൾ കർത്താവെ നിന്റെ വേല ചെയ്യുന്നവരായി തീരുവാൻ കർത്താവെ, നിനക്കായി കർത്താവെ അധ്വാനിക്കുന്നവരായി തീരുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. കർത്താവ് വീണ്ടും നിന്റെ കരങ്ങളേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാ മാനമോഹത്വവും നീ എടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സദായി ഞങ്ങൾക്ക് ജീവൻ നൽകിയ അൻപുള്ള യേശു ക്രിസ്തുവിന്റെ പൊന്നനാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ദൈവം പ്രാർത്ഥനയുടനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും നമ്മളെ ആശീർവാദം നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കാവലും കൂട്ടായ്മയും നമ്മളോടും നാം ഇവരോടും ലോകമ്പാടുമുള്ള എല്ലാ വിശുദ്ധന്മാരോടും കൂടെ ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ രണ്ടാം വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.